Thank you very much. Dear Meta Army Discussion Group members, Meta Army Discussion ഗ്രൂപ്പിന്റെ 88ാമത് ടെലിമീറ്റിലാണ് നാം ഏവരും ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ഏവർക്കും കൃത്യമായ സ്വാഗതം. ബഹുമാനായ MC ശ്രീ ശ്രീകുമാർ സാർ സൂചിപ്പിച്ചു എന്താണ് മെറ്റാ ആർമി ഡിസ്കഷൻ ഗ്രൂപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന്. നമുക്കറിയാം, നമ്മളോടൊപ്പം കടന്നു വരുന്ന ഓരോ പാർട്ട്നേഴ്സിനെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തത്. തീർച്ചയായിട്ടും മെറ്റാ ആർമി ഡിസ്കഷൻ ഗ്രൂപ്പിന് ശേഷം നമുക്ക് അടുത്തൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ പേര് മെറ്റാ ആർമി എന്നാണ്. അവിടെ ഡിസ്കഷൻ ഇല്ല. ഡിസ്കഷന് ശേഷമാണ് നമ്മൾ മെറ്റാ ആർമിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ മെറ്റാ ആർമിയുടെ മെമ്പർഷിപ്പ് കിട്ടിയിട്ടുള്ള ഏതൊരു ഡിസ്ട്രിബ്യൂട്ടർക്കും അല്ലെങ്കിൽ ഏതൊരു പാർട്ട്ണർക്കും അദ്ദേഹത്തിന്റെ മാസ വരുമാനം 1,00,000 രൂപയിൽ കൂടുതൽ എത്തിക്കുക എന്നതാണ് ശരിക്കും നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ശരിക്കും ഒരു 90ഓളം ആളുകളെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു. അതിൽ 60-ൽ കൂടുതൽ ആളുകളെ ഇതിനോടകത്ത് നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. ശരിക്കും ഇന്ന് രാവിലെ ഞാൻ നോക്കുന്ന സമയത്ത്, അല്ല എന്റെ വാലറ്റ് തുറന്ന് നോക്കുന്ന സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം എനിക്കുണ്ടായി. കാരണം എന്റെ ഇൻകം ഒരു മാസം ഒരു 12,000 രൂപയിൽ കൂടുതൽ വർദ്ധിച്ചു വന്നേക്കുന്ന ഒരു സാഹചര്യം. അതിന് തക്കതാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ വർധനവ്. അപ്പൊ ഞാൻ ടോട്ടലി എന്റെ ടീമിനെ അനലൈസ് ചെയ്തപ്പോൾ ഇന്ന് മറ്റു ടീമിൽ നിന്നും ബിസിനസിന്റെ കാര്യങ്ങൾക്കകത്ത് വന്നിട്ടില്ല. പക്ഷെ അത് എബ്രോഡിൽ നിന്ന് ബിസിനസ് കയറിയതിന്റെ ഫലമാണ്. പക്ഷെ എന്നേക്കാൾ കൂടുതൽ ഏതാണ്ട് 22 യൂണിവേഴ്സിറ്റിയോളം പ്രതിദിനം കൂടിയ ആളുകളുണ്ട്. അപ്പൊ ശരിക്കും ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, മെറ്റാ ആർമി എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ 2-3 കണ്ടീഷൻസ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ടെക്നോളജി ബേസ്ഡ് ആവുന്ന ഒരു ബിസിനസ് ആണ് ചെയ്യുന്നത്. അത് പുതിയ നവീന കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ്. അതിനെക്കുറിച്ച് അറിവ് നേടേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ അറിവ് നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മീറ്റിങ്ങുകളിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ മാസം 1,00,000 രൂപ ഇൻകം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളുടെ മീറ്റിംഗ് നിർബന്ധമായും പങ്കെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. നമുക്കറിയാം, ആഴ്ചയിൽ ഒരു 3-4 മീറ്റിംഗ് നമുക്ക് ക്രമമായിട്ട് നടക്കുന്നുണ്ട്. ടെലിമീറ്റ് ആണ് നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ടെലിമീറ്റിൽ തീർച്ചയായിട്ടും ഒന്ന് പങ്കെടുക്കണം. അങ്ങനെ കൂടുതൽ അറിവ് നേടുന്ന ഒരു വ്യക്തികളായി മാറണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രോഗ്രാം ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ, ഈ മീറ്റിംഗ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുവാൻ. അതിപ്പോ 10 പേരെ കൊണ്ടുവരണമെന്നോ 5 പേരെ കൊണ്ടുവരണമെന്നോ അല്ല. ഏതൊരു വ്യക്തി ശ്രമിച്ചാലും ഒരാളെയെങ്കിലും കൊണ്ടുവരാമല്ലോ. അപ്പൊ അങ്ങനെ ആ മീറ്റിങ്ങിന്റെ ഒരു അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിൽ നമ്മളും ഒന്ന് സഹകരിക്കുക, അതിനോടൊപ്പം ഒന്ന് ഒത്തുചേർന്ന് പോവുക, അത് ചെയ്യാവുന്ന വിധത്തിൽ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കരിയറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് എല്ലാ പ്രാവശ്യവും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. 20 ലെവലുകളിൽ നിന്ന് ഇൻസെന്റീവ് കിട്ടി നമ്മുടെ ഫാമിംഗ് സ്പീഡിനെ അല്ലെങ്കിൽ സീഡ് ഫണ്ടിങ്ങിന്റെ സ്പീഡിനെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു കരിയറിലാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ 20 ലെവലുകളുടെ ആ ഒരു ഇൻസെന്റീവ് നമ്മളിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 20 ഡയറക്റ്റ് ബിസിനസ്സുകൾ ഇവിടെ അത്യാവശ്യമുണ്ട്. അത് മിനിമത്തിലാണെങ്കിലും മതി. ഇത് ഏവർക്കും അറിവുള്ള കാര്യമാണ്. എങ്കിലും പുതിയതായിട്ട് ഇന്ന് കുറെ ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്കായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു 20 ഡയറക്റ്റ് ബിസിനസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. ഇങ്ങനെ ഉള്ള വ്യക്തികളുടെ ID നമ്പർ മെറ്റാ ആർമി ഏറ്റെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. എന്തൊക്കെ ചെയ്യുന്നത്, നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന, നമ്മുടെ മീറ്റിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന, ജീവിതത്തിൽ ആകെപ്പാടെ 20 ബിസിനസ് ക്യാൻവാസ് ചെയ്യുവാൻ കഴിയുന്ന ആളുകളുടെ ID നമ്പർ മെറ്റാ ആർമി ഏറ്റെടുക്കുകയും ആ ID നമ്പർ ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അതെങ്ങനെയാണ് ചെയ്യുക? നമുക്ക് ഏവർക്കും അറിയാം, മെറ്റാ ആർമി മഹാരാഷ്ട്രയിലുള്ള ഒരു ഏജൻസിയുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ആ ഏജൻസി എന്താണ് ചെയ്യുക? ആ ഏജൻസി ചെയ്യുന്നത് ബ്ലോക്ക് ചെയിനകത്ത് ആഡുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു ഏജൻസിയാണ്. അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അത് വെറുതെ നമുക്ക് പ്രദർശിപ്പിക്കാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവുകയില്ല. കാരണം അത് പെയ്ഡ് പ്രോഗ്രാമാണ്.
നമുക്ക് ഏവർക്കും അറിയാം, ആ ഒരു പ്രോഗ്രാം ഒരു മാസം അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ ബിറ്റ് കോയിൻ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് അടുത്ത മാസം ചെയ്യണമെങ്കിൽ ഈ മാസമേ നമ്മൾ കൊടുക്കണം. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ, ഇന്ന് 90 വ്യക്തികളെ നമ്മൾ ഉദ്ദേശിച്ച് ഒരു 60 പേരിൽ കൂടുതൽ നമ്മൾ ഈ മാസ വരുമാനം 1 ലക്ഷത്തിന് മുകളിലേക്ക് എത്തിച്ചു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തില് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസ പോലും നമ്മൾ അതിനു വേണ്ടി കളക്ട് ചെയ്തുകൊണ്ടല്ല നമ്മൾ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ മാസം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഏജൻസിക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ഗവൺ ബോഡി ഉണ്ട് മറ്റേ ആർമിയെ സംബന്ധിച്ച്. ആ ഒരു ഗവൺ ബോഡിയാണ് ശരിക്കും ഇതിന്റെ പേയ്മെന്റിന്റെ കാര്യങ്ങൾക്കകത്ത് ഇവർക്ക് നടത്തി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളുടെ ID നമ്പർ ഈ ആഡ് പ്രദർശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഈ ഏജൻസിക്ക് കൈമാറുക. ആ ഏജൻസി സീനിയോറിറ്റി ബേസിൽ നമ്മുടെ ID നമ്പർ എന്ത് ചെയ്യും, ഏതാണ്ട് ഇപ്പോ 136 രാജ്യങ്ങളിലേക്ക് നമ്മുടെ ബിസിനസിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രൊമോഷൻ നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏജൻസിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 136 രാജ്യങ്ങളിലേക്ക് നമ്മുടെ ID നമ്പർ പോകുന്നുണ്ടാവും. അങ്ങനെ പോകുമ്പോൾ അത് ആരെങ്കിലും ഒക്കെ ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും അതിനെ പരിഗണിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. നമുക്കറിയാം PVC മെറ്റയെ സംബന്ധിച്ച് ഈ ഒരു വർഷം എന്ന് പറയുന്ന, അല്ലെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മളെല്ലാവരും മാറുന്ന ഒരു വർഷമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ കഴിഞ്ഞ് PVC മെറ്റ എല്ലാ ടെക്നോളജികളിലേക്കും ഉപയോഗിക്കാൻ തുടങ്ങുന്ന വർഷമാണ് 2025. അതോടൊപ്പം തന്നെ PVC മെറ്റ ട്രേഡിങ്ങിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് സിസ്റ്റം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതും ഒരു വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതും കൂടാതെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, അല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും PVC മെറ്റ ഗിഫ്റ്റായിട്ട് കിട്ടുന്ന ഒരു പുതിയ സോഷ്യൽ മീഡിയ ചാനൽ ഈ സിസ്റ്റം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ലോകത്തുള്ള 800 കോടി ജനങ്ങളിലേക്കും അവരുടെ ഫ്യൂച്ചർ ഓഫ് മണി എന്ന നിലയ്ക്ക് PVC മെറ്റയെ ഈ സിസ്റ്റം എത്തിക്കുന്ന ഒരു വർഷം കൂടിയാണ് ശരിക്കും 2025. അപ്പൊ ഇതെല്ലാം PVC മെറ്റയുടെ മൂല്യത്തെ വർദ്ധിപ്പിക്കുവാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമായി മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. എന്റെ പ്രതീക്ഷ ശരിയാണെങ്കിൽ ഈ ഒരു വർഷം തീർച്ചയായിട്ടും 1000 രൂപയ്ക്ക് മുകളിൽ PVC മെറ്റയുടെ വില മാറുമെന്നുള്ളതാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. അങ്ങനെ സംഭവിച്ചാൽ നോക്കൂ, നമ്മളിൽ ഓരോരുത്തർക്കും വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും. ഇന്ന് ഏതാണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഏതാണ്ട് 80,000 PVC മെറ്റയ്ക്ക് മുകളിലൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഉള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, അത്തരം ഒരു സാഹചര്യത്തില് തീർച്ചയായിട്ടും ഈ മെറ്റ ആർമി എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ, നമുക്കറിയാം മെറ്റ ആർമി ഇന്നൊരു കമ്പനി ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും സെബിയുടെയും ഒക്കെ പെർമിഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. അതിന്റെ പേപ്പർ വർക്കുകൾ നമ്മൾ നീക്കിക്കൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പൊ 100% മെറ്റ ആർമി ഇന്റർനാഷണൽ ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത്. കാരണം ഇത് ട്രേഡിങ്ങിലേക്കും കൂടി വരുമ്പോൾ 100% ഇന്റർനാഷണൽ ലെവലിലുള്ള ട്രേഡേഴ്സിന് അത് ഭയങ്കര ആവേശമായിട്ട് മാറും. അവരിതിനെ കുറിച്ച് പഠിക്കുകയും നമ്മളൊക്കെ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ബിസിനസിന്റെ 1000 മടങ്ങ് ബിസിനസ് മെറ്റ ആർമി ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് സ്കോർ ചെയ്യുന്ന ഒരു വർഷമാണ് ശരിക്കും 2025. അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു. ആ സൂചനയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഇൻകത്തിൽ നിന്ന് 22 USDT പിറ്റേ ദിവസം കൂടി എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവരുടെ ഗ്രൂപ്പോ അവരോ ബിസിനസ് കൊടുത്തിട്ടില്ല. പിന്നെ എവിടുന്നാണ് ഈ ബിസിനസ് വന്നത്? അത് വന്നത് എബ്രോഡിൽ നിന്നാണ്. അത് വന്നത് മെറ്റ ആർമിയുടെ എഫോർട്ടിലൂടെയാണ്. ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ കരുതി കൂട്ടിയിരിക്കണം. ദയവ് ചെയ്ത് കളം മാറുകയാണ്, കാര്യങ്ങൾ മാറുകയാണ്, കാലഘട്ടം മാറുകയാണ്. ഇത്രയും കാലവും മെറ്റ ആർമി എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് എത്ര കാലങ്ങളായിട്ട് കേൾക്കുന്നു, എന്നിട്ട് എന്താണ് എന്റെ ഇൻകം കൂടാത്തതെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകൾ അന്തം വിട്ടു കുന്തം വിഴുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്,
മെറ്റ ആർമിക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെറ്റ ആർമിയുടെ മെമ്പർ ആയിരിക്കണം. നിങ്ങൾ മീറ്റിംഗിൽ പങ്കെടുക്കണം, മാക്സിമം ആളുകളെ മീറ്റിംഗിലേക്ക് പ്രൊമോട്ട് ചെയ്യണം, 20 ഡയറക്റ്റ് ബിസിനസ്സുകൾ നിങ്ങൾ ക്ലോസ് ചെയ്യണം. ഇല്ലെങ്കിൽ മെറ്റ ആർമി നൽകുന്ന വോളിയത്തിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുകയില്ല. നോക്കൂ, 1 കോടിയോ അല്ല 2 കോടിയുടെ ബിസിനസ് വന്നു. ആ ബിസിനസ് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ അത് ഒരു പക്ഷേ നിങ്ങളുടെ 20ാമത്തെ ലെവലിലാണ് അത് പ്ലേസ് ചെയ്യപ്പെടുന്നതെങ്കിൽ നോക്കൂ, അത് 20 ഡയറക്റ്റ് ബിസിനസ്സുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ യാതൊരു കാരണവശാലും അതിന്റെ ഇൻകം നമുക്ക് കിട്ടുകയില്ല. അപ്പൊ മെറ്റ ആർമി ചെയ്യേണ്ടതാകുന്ന കാര്യം 100% മെറ്റ ആർമി ചെയ്യും. പക്ഷെ നമ്മൾ അത് സ്വീകരിക്കാനുള്ള സജ്ജരായിരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ കടമയാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം 20 ഡയറക്റ്റ് ബിസിനസ്സുകൾ ക്ലോസ് ചെയ്യേണ്ട ആളുകൾ ആ ഡയറക്റ്റ് ബിസിനസ്സുകൾ എത്രയും വേഗം തന്നെ ക്ലോസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്കറിയാം, സീഡ് ഫണ്ടിങ്ങിന് 20 ലെവല് വരുമാനം കൊടുക്കുന്ന ഒരു കരിയർ കൂടി ഇപ്പൊ കൊണ്ടുവന്നു അല്ലേ. ആ സീഡ് ഫണ്ടിങ്ങിന്റെ കാര്യങ്ങളിൽ നിന്ന് നടത്താനായിട്ട് ആകെപ്പാടെ ഒരു 5,000 രൂപയുടെ കാര്യങ്ങൾക്കകത്ത് മതി. അപ്പൊ അതുകൊണ്ട് പണ്ട് സീഡ് ഫണ്ടിങ് നടത്തിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കാതെ ഇതെന്ന് മുതലാണോ ഈ കരിയർ കൊണ്ടുവന്നത്, എന്ന് മുതലാണോ ഈ പ്രഖ്യാപനം കൊണ്ടുവന്നത്, അന്ന് തൊട്ടാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. അതുകൊണ്ട് സീഡ് ഫണ്ടിങ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ, പുതിയതായി ചെയ്തിട്ടില്ലാത്ത ആളുകൾ ദയവ് ചെയ്ത് ഒരു 5,000 രൂപയുടെ കാര്യത്തിനകത്ത് സീഡ് ഫണ്ടിങ്ങിന്റെ കാര്യങ്ങളിൽ 1000 PVC മെറ്റ മേടിച്ച് സീഡ് ഫണ്ടിങ്ങിന്റെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ കൊണ്ട് മാക്സിമം സീഡ് ഫണ്ടിങ്ങിലേക്ക് അതിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യിപ്പിക്കുക. ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ 100% ഉറപ്പ് വരുന്ന ഒരു വർഷക്കാലത്തിനകത്ത് നമുക്ക് ഓരോരുത്തർക്കും ഒരു കോടീശ്വരൻ അല്ലെങ്കിൽ കോടീശ്വരി ആയിട്ട് മാറാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും അതിനകത്ത് വേണ്ട. ഒരു പക്ഷെ ടോക്കൺ ഫാമിങ്ങിന്റെ ഇൻകം നമ്മൾ എടുത്ത് തീർന്നു പോയാലും സീഡ് ഫണ്ടിങ് നമ്മുടെ അസറ്റായി മാറിക്കൊണ്ടേയിരിക്കും. അവിടെയും 20 ലെവലുകളിൽ നിന്ന് നമുക്ക് എന്താണ് സീഡ് ഫണ്ടിങ്ങിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻസെന്റീവ് ലഭിക്കുന്ന ഒരു കരിയർ കൂടി ഇപ്പൊ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേൾവൈനോട് ടാലി ചെയ്യത്തക്ക തരത്തിൽ, പേൾവൈന്റെ സിസ്റ്റത്തിനോട് ടാലി ചെയ്യത്തക്ക തരത്തിൽ ഒരു സിസ്റ്റവും ഇവിടെ അവശേഷിക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഞങ്ങൾ പെരുമ്പാവൂര് വർക്കിലായിരുന്നു. ബഹുമാനായ ലീഡർ ശ്രീ സുനീഷ് എടപ്പാൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ആലപ്പുഴയുടെ ഗ്രേറ്റ് ലീഡർ ജനാർദ്ദന ബാബു സാർ, അതോടൊപ്പം തന്നെ ആലപ്പുഴയുടെ മറ്റൊരു ഗ്രേറ്റ് ലീഡർ ശ്രീഹരി സാർ, അങ്ങനെ നിരവധി ആൾക്കാർ ഇന്ന് ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇന്ന് പെരുമ്പാവൂരിലുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനും യാത്രാമധ്യേയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അവിടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച, പേൾവൈൻ ഇന്റർനാഷണലിനെ മനസ്സിലാക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. ഓരോരുത്തർ തിരക്കി നമ്മളിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇത്രയും നാളുകളായിട്ട് പേൾവൈൻ ഉണ്ടോ, ഞങ്ങൾക്ക് അവിടെ പേൾവൈൻ നേരത്തെ പേൾവൈന്റെ ഭാഗമായിട്ട് നിന്ന് നിരവധി ആളുകളെ പരിചയപ്പെടാൻ വേണ്ടി കഴിഞ്ഞു. അവർക്കൊക്കെ അതിഭയങ്കരമായ സന്തോഷം. ഈ പ്രസ്ഥാനം ഇപ്പോഴും ഉണ്ട്. കാരണം അവരുടെ ലീഡർഷിപ്പിൽ നിന്ന് ആളുകൾക്കൊക്കെ ഒരു വേണ്ടത്ര സർവീസ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതൊക്കെ അവർ സങ്കടമായിട്ടൊക്കെ പറയുന്നു നമ്മളുടെ അടുത്ത്. പക്ഷെ അവരൊക്കെയും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത്. എല്ലാം കൊണ്ടും ഒരു തരത്തിലും ഒന്ന് നോക്കൂ, നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇൻകം കിട്ടാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ വരാൻ വേണ്ടി കഴിഞ്ഞത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് നമ്മൾ കാണേണ്ടതല്ലേ ശരിക്കും. ആർക്കും ഒരു ടെൻഷൻ ഇല്ല, എല്ലാവർക്കും അവരവരുടെ പേയ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നു. ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡർ, നമ്മുടെ മെന്റർ, നമ്മുടെ വെൽവിഷർ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ PV അശോകൻ സാറിനെ നമുക്ക് ആർക്കെങ്കിലും മറക്കാൻ വേണ്ടി കഴിയും? ഇപ്പോഴും എന്താണ്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, ശബ്ദത്തിന് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകനും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വീടും കൂടും ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടിയാണ്, മെറ്റ ആർമിക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മെറ്റ ആർമിയിലൂടെ വോളിയം കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് കൈ പിടിച്ചുയർത്തിക്കൊണ്ടു പോകുവാൻ സദാ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന 2 വ്യക്തികൾ, നമ്മുടെ PV അശോകൻ സാറും നമ്മുടെ ഹരിമോഹനും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ കർത്തവ്യത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. നമ്മുടെ ആ കർത്തവ്യം നമ്മൾ നിർവഹിക്കണം. നമ്മുടെ ഉത്തരവാദിത്വ കുറവ് കാരണം മറ്റേ ആർമി നൽകുന്ന ആനുകൂല്യം ലഭിക്കാതെ പോകരുത്.
പറഞ്ഞ മനസ്സിലാണ്. കാരണം ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന വോളിയം നോക്കൂ. 22 USDT ഒക്കെ ഒരു ദിവസം കൂടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ കണക്ക് കൂട്ടി നോക്ക്. ഒരു ദിവസം എത്ര എത്ര ഇൻകം കൂടിയെന്ന് ഒരാൾക്ക്. ഒരു USDTക്ക് 130 രൂപ എന്ന ക്രമത്തിലാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 22 USDT ഒരു വ്യക്തിക്ക് അഡീഷണൽ ആയിട്ട് കൂടിയെങ്കിൽ അദ്ദേഹം കൊടുത്ത ബിസിനസ്സിൽ നിന്നല്ല, മെറ്റാ ആർമി കണ്ടെത്തിയ എബ്രോഡിൽ നിന്ന് വന്ന ബിസിനസ്സിൽ നിന്ന് അങ്ങനെ കൂടിയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന്റെ ഇൻകത്തിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് എത്രയാണ്. ഒരു മാസം എത്ര ലക്ഷം രൂപയുടെ മാറ്റം അദ്ദേഹത്തിന്റെ ഇൻകത്തിലേക്ക് വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് കണക്ക് കൂട്ടിക്കേ. നിങ്ങൾക്കും ഈ ചാൻസ് ഉണ്ട്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, എനിക്കുൾപ്പെടെ ഈ ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ സജ്ജരായിരിക്കണം, സജ്ജരായിരിക്കണം. അതായത് ശരിക്കും പറഞ്ഞാൽ വെള്ളം മൊത്തം വാർന്നു പോയിട്ട് നമ്മൾ അണ കെട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഇനി മലവെള്ള പാച്ചിൽ പോലെ തീർച്ചയായിട്ടും മെറ്റാ ആർമിയുടെ ഭാഗത്തുനിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും കാലം നമ്മളിങ്ങനെ കാത് കൂർപ്പിച്ചിരുന്ന, നമ്മളിങ്ങനെ നോക്കി നോക്കി ഇരുന്ന ആ ഒരു കാര്യത്തിന് എന്താണ് ഫലമുണ്ടാകാൻ വേണ്ടി പോവുകയാണ്. എന്താണ് കാരണം? അവരൊക്കെയും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്? PVC മെറ്റാ ഈ വർഷം ട്രേഡിങ്ങിലേക്ക് വരുന്നു. അത് ശരിക്കും ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കാര്യമായി മാറുന്നു. 2, ഇന്ന് വരെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. കസ്റ്റമർ കയ്യിലുള്ള പൈസ മുടക്കിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പേൽവൈൻ ആ ചരിത്രം മാറ്റിക്കുറിക്കുന്നു. എന്താണ് പേൽവൈനിന് കൊണ്ടുവരാൻ പോകുന്ന ഒരു സിസ്റ്റം? നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പൈസ അങ്ങോട്ട് കിട്ടും. അങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ അതിന് കമ്മീഷൻ അഡീഷണൽ കിട്ടും. അപ്പൊ അതിലൂടെ കസ്റ്റമർ ഈസ് സക്കിങ് എന്ന് പറയുന്ന ഒരു കാര്യം അനർത്ഥമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും പേൽവൈനിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അതെന്താവും? അത് ലോകത്തെ മൊത്തം പിടിച്ചുലയ്ക്കുന്ന, ലോകത്തിലെ ജനങ്ങൾ മൊത്തം സന്തോഷത്തോടെ കണ്ണു തുറക്കുന്ന PVC മെറ്റാ ദ ഫ്യൂച്ചർ ഓഫ് മണി എന്ന നിലയിലേക്ക് മാറുന്ന ഒരു വർഷമാണ് ശരിക്കും ഈ 2025. അതും കൂടി സംഭവിക്കുമ്പോൾ അന്നേരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധ്യമാകും എന്താണ്, വാട്ട് ഈസ് ദ പവർ ഓഫ് മെറ്റാ ആർമി. മെറ്റാ ആർമിയുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് വെളിവാക്കി തരുന്ന ഒരു വർഷമായിരിക്കും ഇത്. പക്ഷെ ഒറ്റ കാര്യം, മെറ്റാ ആർമി എത്ര കോടി രൂപയുടെ ബിസിനസ് കൊണ്ടുവന്നാലും നോക്കൂ, ഇപ്പോൾ ഓരോരുത്തർക്ക് ഡെയിലി 22 USDT, ചിലർക്ക് 25 USDT, ചിലർക്ക് 5 USDT, ചിലർക്ക് 10 USDT, ഇതൊക്കെ ഇങ്ങനെ കൂടി തുടങ്ങിയിരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പൊ എത്ര കോടി രൂപയുടെ ബിസിനസ് കൊണ്ടുവന്നാലും നിങ്ങൾ 20 ബിസിനസ്സുകൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് എങ്ങനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും? അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക, കൃത്യമായി മാക്സിമം നമ്മുടെ മീറ്റിങ്ങുകൾ പ്രൊമോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? 20 ഡയറക്റ്റ് ബിസിനസ്സുകൾ ചെയ്യുവാൻ എത്രയും പെട്ടെന്ന് തയ്യാറാകുക. ഒരുങ്ങുകയായി, കാലഘട്ടം മാറുകയായി. മെറ്റാ ആർമി ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങളെ ലക്ഷാധിപതിയാക്കാൻ, നിങ്ങളെ കോടീശ്വരനാക്കാൻ. പക്ഷെ അത് തരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള എലിജിബിലിറ്റി ഇല്ലെങ്കിൽ വി ആർ സോറി, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ നാളത്തെ മീറ്റിംഗിന്റെ പ്രാധാന്യം നമുക്ക് ഏവർക്കും അറിയാം. നോക്കൂ, നാളെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വർക്ക് ചെയ്താട്ടെ. മാക്സിമം ആൾക്കാരെ മെറ്റാ ആർമിയിൽ നിങ്ങളുടെ പൊസിഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മാക്സിമം ആൾക്കാരെ നിങ്ങൾ ആ മീറ്റിംഗിലേക്ക്, നാളത്തെ മീറ്റിംഗിലേക്ക് പങ്കെടുപ്പിക്കുന്ന ഒരു പ്രോഗ്രാമായി നാളത്തെ മീറ്റിംഗ് മാറട്ടെ. 100% എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് പ്രവർത്തിക്കുക. ഞങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് 90 പേരെ അല്ല, 900 പേരെ അല്ല, 9 ലക്ഷം പേരെ അല്ല, 9 കോടി ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യണം? ഈ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻകം മേടിക്കുന്ന വ്യക്തികളാക്കി മാറ്റണം. ആ ഒരു പ്രവർത്തനത്തിലാണ് ഞങ്ങൾ എല്ലാവരും. 24 മണിക്കൂറും ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് സർവീസിന്റെ കാര്യത്തിനകത്ത് ആവശ്യപ്പെട്ടാലും ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും.